ഫോർ ദി പീപ്പിൾ സിനിമ റിലീസിനൊരുങ്ങുന്നു. സിനിമയുടെ എഡിറ്റിംഗ് വർക്കുകളൊക്കെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഫോർ ദി പീപ്പിൾ സിനിമയിലെ അന്നക്കിളി, ലജ്ജാവതി പോലുള്ള പാട്ടുകൾ ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും തരാൻ പോകുന്നത്. ഷറഫുദ്ദീൻ, ബിന്ദു പണിക്കർ, രജിഷ വിജയൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാക്കി സ്റ്റെഫി സേവ്യർ സംവിധാനം ചെയ്ത മധുര മനോഹര മോഹം എന്ന സിനിമയ്ക്ക് ശേഷം ആസിഫ് അലിയെ നായകനാക്കിയ ഒരു ചിത്രമാണ് സ്റ്റെഫി സേവ്യർ അടുത്തതായിട്ട് സംവിധാനം ചെയ്യാൻ പോകുന്നത്. ആസിഫ് അലിയുടെ നായികയായിട്ടെത്തുന്നത് പുതുമുഖമായിരിക്കും. സിനിമയുടെ ക്രൂ ഡീറ്റെയിൽസിൻ്റെ അപ്ഡേറ്റും വന്നിട്ടുണ്ട്. DOP ചെയ്യുന്നത് ചന്ദ്രു സെൽവരാജാണ്. എഡിറ്റർ അപ്പു ഭട്ടതിരിയാണ്. സിനിമയുടെ മ്യൂസിക് ചെയ്യുന്നത് ആരാണെന്നുള്ളത് സംബന്ധിച്ചുള്ള ഫൈനൽ കൺഫർമേഷൻ ഉടനെ വരും. സിനിമയുടെ പ്രൊഡക്ഷൻ E4 ആയിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. കേരളത്തിലും കേരളത്തിന് പുറത്തും സിനിമയ്ക്ക് ചിത്രീകരണം ഉണ്ടാവും. നിലവിലുള്ള പ്ലാൻ അനുസരിച്ച് 2026 സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് പറയുന്നത്. മധുര മനോഹരം പോലെ നല്ലൊരു ഫാമിലി എൻ്റർടൈനർ സിനിമയായിട്ട് ഈ ഒരു ചിത്രം മാറട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ബി ഉണ്ണികൃഷ്ണൻ, നിവിൻ പോളി, പൃഥ്വിരാജ് ചിത്രങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലുള്ള പ്ലാൻ അനുസരിച്ച് പൃഥ്വിരാജ് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് അടുത്ത വർഷം അവസാനം ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിവിൻ പോളി ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് എന്ന് ആരംഭിക്കുമെന്ന് സംബന്ധിച്ചുള്ള കൺഫർമേഷൻ ഒന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ റോന്ത് സിനിമ ഇന്ന് OTT റിലീസായിട്ടുണ്ട്. സിനിമയുടെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ എത്രയാണെന്ന് നോക്കാം. സിനിമയുടെ കേരള എസ്റ്റിമേറ്റഡ് കളക്ഷൻ 6,30,00,000 വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയുടെ ഫൈനൽ കേരള കളക്ഷൻ 6,24,00,000. സുരേഷ് ഗോപിയുടെ JSK എന്ന സിനിമ 5 ദിവസം കൊണ്ട് 4,16,00,000 രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത്. കേരളത്തിൽ ഈ വർഷം റിലീസ് ചെയ്ത ഹോളിവുഡ് സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായിട്ട് F1 മാറിയിരിക്കുകയാണ്. ഏകദേശം 7,50,00,000 രൂപയാണ് F1 സിനിമ 25 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്നും ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്.